ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ? യെസ്. നമ്മൾ എവിടെയൊക്കെ പോകും? ഇന്ന് നമ്മൾ രാവിലെ തെങ്കാശി അമ്പലത്തിൽ പോകാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ സൂര്യകാന്തിപ്പാടം, എന്നിട്ട് തിരിച്ചു വരും. അത് കഴിഞ്ഞ് അന്യൻപാറ, അതെല്ലാം കണ്ടിട്ട് നമ്മള് തിരിച്ച് റൂമിലേക്ക് വെയിലങ്ങ് മൂക്കുമ്പോൾ നമ്മൾ തിരിച്ച് റൂമിലേക്ക് വരും. ഗുഡ് ഐഡിയ. യെസ്. അത് കഴിഞ്ഞൊരു 4 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വാട്ടർഫോളിൽ പോകും. ഓക്കെ. 5 വാട്ടർഫോൾസ്, 5 5 സ്ഥലത്തും പോകും. ആ 5 ഒരു പ്ലേസിലാണ്. അപ്പൊ കുളിക്കാനൊക്കെ പറ്റും. അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് കുളി. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ തിരിച്ചു വരും. ഒരു 7 മണിയോടുകൂടി നൈറ്റ് ഫംഗ്ഷൻ ആരംഭിക്കും. എന്നിട്ട് ഇന്നലത്തെ പോലെ ആട്ടം പാട്ടം തിമിർത്ത് കിടന്നുറങ്ങും. മറ്റന്നാൾ വെളുപ്പിന് രാവിലെ. ഓക്കെ. സോഫർ അടിപൊളിയല്ലായിരുന്നു? അടിപൊളിയായിരുന്നു. ചായ കുടിക്കാം. രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ മൈഗ്രേൻ വരും. ചായ ഈസ് മാൻഡറ്ററി. അണ്ണേ എவ்வளோ நாளாச்சு இந்த டீ கடை? 40 வருஷமா இந்த இடத்துல தானா? அங்கே Master from Karakuri. മാസ്റ്റർ ഫ്രം കാരക്കുടി. മാസ്റ്റർ ഷെഫ്. ഹായ് മാസ്റ്റർ ഷെഫ്. മലയാളം തെരിയുമാ? தெரியும் புரியும். കുറച്ചറിയാം. 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 ഫൈനലി ചായ കിട്ടി. നല്ല ചായ. എപ്പടി ഇருக்கு യാത്ര? നല്ല ഇருக்கு. തലവേദന വന്നോ? ഇല്ല, ഇതുവരെ തലവേദന വന്നിട്ടില്ല. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ നിനക്ക് തലവേദന വരുമെന്ന്. അതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൃത്യമായിട്ട് നിനക്ക് ഒന്നും തന്നില്ലെങ്കിലും ചായ തരും. ചായ ചായയും കഴിഞ്ഞു. ഇനി സ്ട്രെയിറ്റ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം. നമ്മളെ നെക്സ്റ്റ് സ്ഥലത്തെത്തി. ദാറ്റ് ഈസ് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വരാം. നമ്മൾ അടിപൊളിയായിട്ട് തൊഴുതിറങ്ങി. ഒരു തിരക്കും ഇല്ലായിരുന്നു. നല്ലോണം പ്രാർത്ഥിച്ചു. നല്ല വെയിൽ തുടങ്ങി. സോ ഞാനിപ്പോൾ ഉള്ളത് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഭയങ്കര ഫേമസ് ഡെസ്റ്റിനേഷൻ ആണ്. ദാറ്റ് ഈസ് അന്യൻപാറ. അണ്ടങ്കട്ട കൊണ്ടക്കാരി റണ്ടകറണ്ട. ആ പാട്ട് ശരി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ്ങാണ്. അത് നമ്മളെപ്പോഴും പ്ലേ ചെയ്യുമായിരുന്നു. സോ അത് ദേ കണ്ടോ. നല്ല അടിപൊളി സ്ഥലം. ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. പക്ഷെ ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് സൂര്യകാന്തി തോട്ടത്തിൽ വന്നു. പക്ഷെ അത് ഇത്തിരി കുറച്ച് ഫ്ലോപ്പാണ് തോന്നുന്നു. കാര്യം എല്ലാം ഉണങ്ങിപ്പോയി. കുറച്ച് ചെറുതായിട്ടൊന്ന് ഉണങ്ങിപ്പോയി. അതായത് ഭയങ്കര പ്രൈമിലല്ല, എന്നാലും ഉണ്ട് സൂര്യകാന്തി. ഷോ കാണിച്ചു തരാം. സി ദിസ് ഈസ് ദി കണ്ടീഷൻ റൈറ്റ് നൗ. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം മുമ്പായിരുന്നെങ്കിൽ, കുറച്ച് 3-4 ദിവസം മുമ്പായിരുന്നെങ്കിൽ പറ്റുമായിരുന്നെങ്കിൽ. ആകെ കുറച്ചങ്ങ് ഒരെണ്ണം കണ്ടു. പക്ഷെ ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഞാൻ ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ഞാനും ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു പണ്ട്. സൂര്യകാന്തിപ്പാടം പോയി ഗൈസ്. ഫ്ലോപ്പായി പോയി. 4 ദിവസം മുമ്പ് വന്നായിരുന്നു. ഇവിടെ നിറയെ സൂര്യകാന്തി. അല്ലെങ്കിൽ മേഘം കാണാൻ പോയാ അവിടെ ഇല്ല മേഘം. സത്യം, അതേ നടക്കുള്ളൂ. ന്യൂജൻ പ്രോബ്ലംസ് നീഡ് ന്യൂജൻ സൊല്യൂഷൻസ്. ഹായ്, ഒരു പൂ കൂടെ കിട്ടി. യാഹൂ, വൺ ഹെൽത്തി പൂ. സോ സൂര്യകാന്തി അവിടെ കുറച്ചൊക്കെ കണ്ടു. ഇനി അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനത്തിന്
തോട്ട അമ്മക്ക് പ്രാന്താണ് ഇതെന്ന് വെച്ചാൽ എന്തിന്റെ കൂടെ അമ്മ കഴിക്കും. പച്ചമുളക് ഭയങ്കര ഇഷ്ടമാണ്. ചോറോ ചപ്പാത്തി എന്തിനായാലും മുളക് വേണം, എരിവ് വേണം. ഇഷ്ടംപോലെ ഉണ്ടല്ലേ. നമ്മുടെ മല്ലിയില്ലേ, മല്ലി മല്ലിയുടെ പോലെ ഇരിക്കുന്നു. കടുക് ഇല്ല മല്ലി നോക്കട്ടെ, ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. കടുകല്ലട്ടാ, ഇത് റാഗിയാണ് തോന്നുന്നു. പിന്നെന്താ കളർ ഇല്ലാത്തത് കടുകിന്? കടുക് ബ്ലാക്ക് കളർ അല്ലേ? നോക്കിയേ, സ്മെല്ല് നോക്കിയേ. മല്ലിയാണിത്. സോറി ഇട്ടാ, മാറിപ്പോയതാ. കടുകല്ല, ആ മഞ്ച് തെറ്റിച്ച്. മല്ലിയാണ്, മല്ലി. ഇപ്പോൾ ഇവിടെ സൂര്യകാന്തി കണ്ടു, ഇറങ്ങാൻ പോവാ. ഇനി റൂമിൽ ചെന്ന് ഒരു വെയില് ഭയങ്കര പ്രൈം ടൈം ആയതുകൊണ്ട് ഭയങ്കര ചൂട്, ഇവിടെ ഭയങ്കര ചൂട്. എനിക്കാണെങ്കിൽ ചൂട് വെയില് അതൊന്നും ഒട്ടും വേറൊന്നും ഉണ്ടല്ലോ, ഹെൽത്ത് കണ്ടീഷനും കൂടെ കൊണ്ടാണ് എനിക്ക് മൈഗ്രെയിൻ ഇതുവരെ വന്നിട്ടില്ല. ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പക്ഷെ ചാൻസസ് ഉണ്ട്. സോ അതാ ഞാൻ മറ്റേ കുട പോലും, ആക്ച്വലി അത് ആ കുട അടിപൊളിയാണ്, ഭയങ്കര ഫുൾ കവർ ചെയ്തിരിക്കും. മുകള ഇഷ്ടത്തില് നീ ആണാ ജനിക്കുന്നതാണ്, ഒരു പെണ്ണായിപ്പോയി. സോ അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഇനി 3-4 മണിവരെ ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ വാട്ടർഫോൾസിൽ പോവും. ഭയങ്കര ചൂട് എന്ന് വെച്ചാൽ ഭയങ്കര ചൂട്, വെയില്. വണ്ടി ഇറങ്ങിയിട്ട് ഇതുവരെ കുടയില്ലാതെ നടക്കാൻ പറ്റില്ല, അത്ര. നമ്മളിപ്പോ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ കുളിക്കാന്നൊക്കെ പറഞ്ഞ് വാട്ടർഫോൾസിൽ വന്നു. 5 വാട്ടർഫോൾ ഒരുമിച്ചൊക്കെ വരണ വെള്ളച്ചാട്ടമായിരുന്നു. നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് സെറ്റപ്പ്. വാട്ടർഫോൾസ് ആണ്, 5 വാട്ടർഫോൾ ഉണ്ട്. പക്ഷേ വാട്ടർഫോള് ചെറുതാണ്, അതിനകത്ത് ഒരു 50,000 പേര് നിപ്പുണ്ട്. അടുക്കാൻ പറ്റില്ല. ആരും 5 വാട്ടർഫോൾസ് എന്നും പറഞ്ഞിട്ട് ഓടി ഇങ്ങോട്ട് വരണ്ട. ഇനി വേറെ വല്ല വാട്ടർഫോൾസ് ഉണ്ടോ എന്ന് നോക്കട്ടെ. നോക്ക്, അവര് മാറുന്നേ ഇല്ല. ആ വെള്ളത്തിൽ നിൽക്കാൻ കിട്ടിയവരെ അവിടെ തന്നെ നിൽക്കുക, പിന്നെ മാറുന്നില്ല. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഓവറോൾ ടൂറും അടിപൊളിയായിരുന്നു. അഞ്ചുമേശി മാമയും അവരവരുടെ എല്ലാ ഫസ്റ്റ് ബിസിനസ് ആയിരുന്നു. ഐ മീൻ എന്താ പറയുക, ഒരു സ്റ്റാർട്ടപ്പ് അല്ലേ, ടൂർ കമ്പനി പോലെ. അതിന് എല്ലാവരും അടിച്ചു പൊളിച്ചു. ഞാനായി ക്യാപ്ചറൊക്കെ ചെയ്തത്, റീൽസും വീഡിയോസും ഒക്കെ വളരെ കുറച്ച് നമുക്ക് ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടി മാത്രം പറ്റുന്ന പോലെ ഫുൾ പാക്ഡ് ആയിരുന്നു എല്ലാ ദിവസവും. അടിപൊളിയായിരുന്നു ആക്ച്വലി. ഇനിയിപ്പോൾ നാളെ രാവിലെ 6 മണിക്ക് ഇവിടെ ഇനി അവരുടെ ഗെയിംസ് ഒക്കെ നടക്കുവാണ്. കുഞ്ഞു സൂചി നൂല് കൊരുക്കുക, പിന്നെ അതുപോലത്തെ ബോൾ പാസിങ്, അങ്ങനത്തെ ഗെയിംസ് ഒക്കെ നടക്കുവാണ്. അതിനുശേഷം ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഫുഡ് കഴിച്ച് വീണ്ടും കുറച്ചൊന്ന് ചില്ല് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ച് ഇത് ദിവസം കഴിയും. പിന്നെ നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ ഇവിടുന്ന് തിരിക്കും. 6:30 കൂടി നമ്മൾ ഇവിടുന്ന് തിരിച്ചിട്ട് പോണ വഴിക്ക് ചിലപ്പോൾ പാലരുവി അങ്ങനത്തെ സ്ഥലത്ത് ഇറങ്ങും. പിന്നെ സ്ട്രെയിറ്റ് കൊച്ചിയിലെത്തും. കൊച്ചിയിൽ നിന്ന് ഞാനും മഞ്ചുമ്മയും ട്രിവാൻഡ്രത്തോട്ട് പോകും. സോ ഇപ്പൊ ബഹളം നടക്കുന്ന അവിടുത്തെ ഗെയിംസ് ആണ്. ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതാ ഇവിടെ അടുത്ത ഗെയിം നടക്കുവാണ്. മഞ്ചുമ്മ മോള് സോ തെങ്കാശി ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പ്ലേസ്.